എൻ്റെ പേഴ്സണൽ ഡയറി കൂടാതെ ഒരു ക്രിയേറ്റീവ് ജേർണലും കൂടെ ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ടാണ് മനസ്സിൽ. ഇന്ന് അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ യൂസ് ചെയ്യണത് സക്കുറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബുക്കും ഫൈൻ ലൈനേഴ്സൊക്കെയാണ് കേട്ടോ. ആൻഡ് ചൂസ് ചെയ്തേക്കുന്ന തീം ഒരു പിങ്കിഷ് റെഡാണ്. അതിനുള്ള സാമഗ്രികളാണ് കേട്ടോ ഇതൊക്കെ. പുതിയതായിട്ടൊരു ശീലം തുടങ്ങുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള നിറത്തിൽ തന്നെ തുടങ്ങാൻ വിചാരിച്ചു കേട്ടോ. അതാണ് കേട്ടോ ഈ മഞ്ഞ ബുക്ക്. പിന്നെ ഈ സക്കുറ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ബ്രാൻഡാട്ടാ. അവരുടെ നാട്ടിലെ ചെറിപ്പൂക്കളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതിനൊക്കെ അവരുടെ ഭാഷയിൽ വിളിക്കുന്നതാണ് സക്കുറ എന്ന്. ഞാൻ അവിടെ എടുത്തേക്കണത് 140 GSM പേപ്പറാണ് കേട്ടാ. അതിൽ നമ്മളൊരു 2-3 പ്രാവശ്യമൊക്കെ ആൽക്കഹോൾ മാർക്കർ വെച്ചിട്ട് ലെയർ ചെയ്താലും ബ്ലീഡ് ചെയ്യില്ല കേട്ടാ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഇന്നത്തെ തീമിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് വെച്ചാൽ, കുറച്ച് നാൾ മുന്നേ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞ ജേർണൽ ഐഡിയാസ് ആണോ അതോ പിങ്ക് ആണോ വേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കുറേ വോട്ടും പിങ്കിനാട്ടാ കിട്ടിയത്. പിന്നെ ഇപ്പോൾ യൂറോപ്പിലൊക്കെ ബെറികളുടെ കാലം തുടങ്ങാനായി. അതുകൊണ്ട് ഞാൻ കരുതി സ്ട്രോബെറിയും പിങ്കും കൂടിയിട്ട് കൂട്ടിക്കലർത്തി ഒരു വൈബ് പിടിക്കാന്ന് കേട്ടാ. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഈ മാസത്തെ തീം സ്ട്രോബെറി ആണ് കേട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കണു. ഇഷ്ടമാവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ ഉപകാരത്തിൽ പെടുകയാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഞാൻ ആദ്യം ഡീറ്റെയിൽ ചെയ്യണത് ഈ കലണ്ടർ സ്പ്രെഡാണ് കേട്ടോ. ഫ്രണ്ട് പേജ് കഴിഞ്ഞിട്ട് ഉടനെ വരണതാണ് ഈ കലണ്ടർ പേജ്. ഞാൻ ഫ്രണ്ട് പേജ് ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. വേറൊന്നല്ല, കുറച്ചായി ഞാൻ ഈ സ്കെച്ച് പെന്നൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അകത്തേക്കുള്ള പേജസിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയാലും അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് പേജ് ചെയ്യാൻ വയ്ക്കുമ്പോഴേക്ക് നമുക്കൊരു കൃത്യ ഐഡിയ ഉണ്ടാവുമല്ലോ, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് വേണ്ടത്, ഏതാണ് വേണ്ടാത്തതെന്നൊക്കെ. അതിന് വേണ്ടിയിട്ടാട്ടാ അങ്ങനെ ചെയ്യണത്. ഇത് ഞാൻ ഒരു ഓവർവ്യൂ കലണ്ടർ പേജ് ആയിട്ട് യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കണേ. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ്സും റിമൈൻഡേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ടൊരു ഓവർവ്യൂ പേജാണ് എൻ്റെ മനസ്സിൽ ഇത് കേട്ടാ. ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ എന്തായിരിക്കും എന്നൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ഡേറ്റിൻ്റെ ലൈൻസ് ഡാർക്ക് ആക്കണോ, അതായത് ബ്ലാക്ക് കൊടുക്കണോ, അതോ വേറെ എന്തെങ്കിലും കൊടുക്കണോ, വേറെ എന്തെങ്കിലും കളർ ഷെയ്ഡ് കൊടുക്കണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ആദ്യം വിചാരിക്കണം ഈ സ്ട്രോബെറീസ് കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഷെയ്ഡ്, അതായത് പിങ്കിൻ്റെ എന്തെങ്കിലും ഷെയ്ഡ് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം സ്ട്രോബെറീസ് പെയിൻറ്റ് ചെയ്യാം. സാധാരണ മനുഷ്യന്മാർക്കൊക്കെ ജനുവരിയിലല്ലേ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഓരോ ഹോബീസ് തുടങ്ങുക. എനിക്കിപ്പോൾ മാസം 4 കഴിഞ്ഞപ്പോഴാട്ടോ ഈ തോന്നല്. ഇതൊക്കെ ഞാനിങ്ങനെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പാച്ചസ് ഇട്ട്. കാരണം എൻ്റെ ഈ പെന്നിന് നമ്പറില്ല, അതായത് ഇങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ പാച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിൻ്റെ നമ്പേഴ്സ് ഇതിലിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പാടായിരുന്നു, ബട്ട് സ്റ്റിൽ ദിസ് ഈസ് ഈസിയർ. ഐ തിങ്ക് it's an easier way to identify the colors. So that was the strawberries. ഇനി എനിക്കുള്ളത് മഞ്ഞ പാച്ചസ് ആണ് for these strawberry flowers. ഫ്ലവേഴ്സ് ഞാൻ വൈറ്റ് ആയിട്ട് തന്നെ ലീവ് ചെയ്യണം, ബിക്കോസ് സ്ട്രോബെറിയുടെ ഫ്ലവേഴ്സ് വൈറ്റ് ആണ്. ഓക്കെ, ഇനിയുള്ളത് ഗ്രീൻ ലീവ്സ് ആണ്. ഇതിലിപ്പോൾ ഞാൻ ഡാർക്ക് റെഡ് സ്ട്രോബെറീസും ലൈറ്റ് റെഡ് സ്ട്രോബെറീസും ആണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ക്യാമറയിൽ അത് എന്തോരം വിസിബിൾ ആണെന്ന് അറിയാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും 2 ടോണാണ്. അപ്പം ഞാനിവിടെ ചെയ്യണത് ഡാർക്ക് റെഡ് സ്ട്രോബെറീസിൻ്റെ അടുത്ത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ലീവ്സും ലൈറ്റ് റെഡ് സ്ട്രോബെറികളുടെ അടുത്ത് ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ലീവ്സും ആണ് കൊടുക്കണേ കേട്ടാ. പണ്ടാറ നാക്കുളിക്കിണ്ട്. ഒരു 4-5 വട്ടം റെക്കോർഡ് ചെയ്തിട്ടാണ് ഇപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്ന് പറഞ്ഞു ഒപ്പിച്ചത് കേട്ടാ. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ റീസൺസ് ഒന്നുമില്ല, ജസ്റ്റ് ഫോർ എ രസം അങ്ങനെ കൊടുക്കാൻ തോന്നി, അപ്പം അങ്ങനെ കൊടുത്തു കേട്ടാ. സോ ദിസ് ഇസ് ലൈക്ക് മീ ആൻഡ് ഐ ഷുഡ് ബി ഡിസൈഡിങ് the colors or the tone. ആ ബാക്ക്ഗ്രൗണ്ടിൽ എണ്ണി പറക്കണത് വേറൊന്നല്ല, ആത്മകഥാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കാറുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അതിനെ സഹായിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഇപ്പം ഈ ചെയ്തത് ഒരു കൊല്ലച്ചതിയായിരുന്നു. എല്ലാ പേനയും സ്കെച്ചും മാർക്കറും ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ ഈ ബ്രഷ് പേന ടെസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. അതിനുള്ള പണിയൊക്കെ കിട്ടി. ഈ ബ്രഷ് പെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ അനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ സ്ട്രോക്സിൻ്റെ തിക്നെസ് ഉണ്ടാവുക. അതുകൊണ്ട് ഈ തേനീച്ചക്കൂട് പോലെ ഇരിക്കണ ബോക്സിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയിട്ടുണ്ടെങ്കിൽ ആകെ കൊള്ളാവും.
വളരെ സൂക്ഷിച്ചിട്ടാണ് ഞാൻ ഈ പേജ് വരച്ചിട്ടാ. അതുകൊണ്ട് തന്നെ ഈ പേജ് മാത്രം വരയ്ക്കാൻ എനിക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് അടുപ്പിച്ചെടുത്തു. നിങ്ങൾ ചെയ്യുമ്പോൾ ബി കെയർഫുൾ, ഡോണ്ട് ഡു ദ സ്റ്റുപ്പിഡിറ്റി. ഏകദേശം ഒരു 1 eternity later മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. ഒരു വർഷം അടുത്തു തോന്നുന്നു അത് തീരാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമ്മളൊരു ടു ഡു കോളമാണ് കേട്ടോ ആഡ് ചെയ്യണത്. ഇതും ഒരു ഓവറോൾ മന്ത്ലി സാധനമാണ്. അതായത് നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവില്ലേ, ഓക്കെ ദിസ് മന്ത് ഐം ഗോണ പർച്ചേസ് സംതിങ് ഫോർ മീ, അല്ലെങ്കിൽ ഐ ഷുഡ് സേവ് ദിസ് മച്ച് ടു ഡു സംതിങ് നെക്സ്റ്റ് മന്ത്, അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവില്ലേ. അപ്പോൾ ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ കുത്തിക്കറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടു ഡു കോളം ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും കുറച്ച് ഷാഡോ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്കെച്ചസിന് അതിപ്പോൾ എത്ര സിമ്പിൾ ആയിക്കോട്ടെ അതിനിങ്ങനെ കുറച്ചൊരു ഷാഡോയിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എനിക്ക് ഇതിൻ്റെ അകത്ത് എന്തോരം അത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ റിയൽ ലൈഫിൽ ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്കെച്ചസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. ഇറ്റ് വിൽ ബി വെരി ഗുഡ്. വെരി ഗുഡ് എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ POV എന്നാണ് കേട്ടോ. പലർക്കും പല കാഴ്ചപ്പാടാണല്ലോ. എനിക്കത് നല്ലതായിട്ട് തോന്നിക്കണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്തത് കേട്ടോ. അത് ഇതുവരെ നമ്മൾ പറഞ്ഞ പിങ്ക് തീമിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. ഈ പേജിലാണ് അത് സംഭവിക്കുന്നത്. കുറച്ചധിക കാലമായി ഈ ടേബിൾ കവർ ചെക്കേർഡ് പാറ്റേൺ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കിടന്ന് കറങ്ങണു. അപ്പോൾ അതാണ് കേട്ടോ ഞാനിന്ന് പിങ്ക് എലമെൻ്റായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണേ. സിമ്പിളാണ്, നല്ലൊരു പ്രത്യേക ചന്തമാണ് കേട്ടോ അത്. ഈ പേജിൽ ഞാൻ സ്ഥിരം യൂസ് ചെയ്യണ 2 ഇൻ്റർഫേസുകളാട്ടോ വരച്ചേക്കണത്. ലെഫ്റ്റിലുള്ളത് ഐഫോണിൻ്റെ നോട്ട്സിൻ്റെ ഇൻ്റർഫേസ് ആണ് കേട്ടോ. അവിടെയാണ് എൻ്റെ എഴുത്തുകളൊക്കെ ഞാൻ ഡിജിറ്റലായിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. റൈറ്റിലുള്ളത് പിൻട്രസ്റ്റിൻ്റെ ഇൻ്റർഫേസ്. അവിടെയാണ് എൻ്റെ ഒരുവിധപ്പെട്ടിട്ടുള്ള ഐഡിയാസൊക്കെ സ്പ്രൗട്ട് ചെയ്യണത്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ദർ ഇസ് നോ നെഗറ്റിവിറ്റി ഇൻ പിൻട്രസ്റ്റ് എന്ന്. ആരും മോശം കമൻറ്റ് ചെയ്യാനോ സൈബർ ബുള്ളി ചെയ്യാനോ ഒന്നും ചെയ്യാൻ ശ്രമിക്കാത്ത ഒരു സേഫ് ആയിട്ടുള്ള സ്പേസ്. ഇതിലിൻ്റെ സെർച്ച് കണ്ടെങ്കിൽ മെമ്മറീസ് ഫ്രം മാർച്ച്. ഇതിൽ കഴിഞ്ഞ മാസത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് മൂമെൻറ്റ്സ് പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിക്കാനാണ് കേട്ടോ എൻ്റെ പ്ലാൻ. ജസ്റ്റ് ആസ് എ റിമൈൻഡർ ആൻഡ് റീക്യാപ്പ്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പിങ്ക് കളറിലെ ടേബിൾ ക്ലോത്ത് ചെക്കേർഡ് പാറ്റേൺ ഇതിലേക്ക് കൊണ്ടുവരാൻ പോണേ കേട്ടാ. കുറേ ആയി പിൻട്രസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ ഇതന്നെ കാണുന്നു. ഇന്നിപ്പോൾ അത് കുറച്ച് ലാർജ് സ്കെയിലിൽ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ ഞാൻ. കുറച്ച് ഹാർഷായി, കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ? കഴിഞ്ഞ പേജിൽ യൂസ് ചെയ്ത സ്കെച്ച് കുറച്ച് ഡാർക്കായി എന്നാണ് ആ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞത് കേട്ടോ. അവസാനം അതിൻ്റെ സൊല്യൂഷനും ഞാൻ തന്നെ കണ്ടുപിടിച്ചത് കേട്ടില്ല നിങ്ങൾ? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്തിനുള്ളതാണ് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു ലോഗ് ടൈം ലൈൻ പോലെ കീപ്പ് ചെയ്യാനാണ് കേട്ടോ അത്. ഈ ഉറുമ്പ് പോലെ എഴുതി കൂട്ടണതൊക്കെ ഡേയ്സും ഡേറ്റ്സും ആണ്. പക്ഷെ ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അപ്പുറത്തെ സൈഡിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. അതെന്തിനാണെന്നുള്ളത് കൃത്യമായിട്ടൊരു ബോധ്യം എനിക്കില്ല. എനിവേ കഴിഞ്ഞിട്ട് സ്കെച്ച് ചെയ്തൊക്കെ ഫെയർ ആക്കണതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ബൾബ് കത്തിയിട്ടാ. എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറന്നു പോണ ഒരു ഗജനി ലൈറ്റ് ആവണുണ്ട് ഞാൻ. സംഭവം വേറെ ഒന്നല്ല, ഒരു കണ്ടന്റ് പ്ലാനർ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഐഡിയാസും നോട്ട്സും ഒക്കെ എഴുതി വെക്കാനുള്ളൊരു പേജ്. ഇതിൻ്റെ അകത്തും നമ്മൾ ആ സെയിം പാറ്റേൺ കൊണ്ടുവരുന്നുണ്ടേ. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പാറ്റേണോ തീമോ ഒക്കെ വെച്ചിട്ട് അടുത്ത മാസം ജേണൽ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. പിന്നെ ഞാൻ നാട്ടിൽ വരുമ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബറിന് കുറച്ച് ജേണലിംഗ് സപ്ലൈസ് കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിലൊരു കുട്ടി ഇതിനെ പറ്റിയിട്ട് പറയണമുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാൻ വഴിയെ നിങ്ങളെ അറിയിക്കാട്ടാ. ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തുട്ടാ ഈ ജേർണലിങ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇതിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഏകദേശം അത്രയൊക്കെ സമയം തന്നെ എടുക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, ഇതുവരെ കണ്ടിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബും ഒരു ലൈക്കും ഒപ്പം ഒരു പിങ്ക് ഹാർട്ടും കൂടി കമൻറ്റ് ചെയ്യണം. നിങ്ങളെപ്പോലെ തന്നെ വേറെ കുറച്ച് പേരിലേക്കും കൂടെ ഈ വീഡിയോ എത്താൻ അത് സഹായിക്കൂട്ടാ.
ഇനി നമ്മൾ ചെയ്യാൻ പോണത് 4ാമത്തെ സ്പ്രെഡാണ് കേട്ടോ. മെയിനായിട്ടും ഇതാണ് ഇതിൻ്റെ ട്രാക്കർ സ്പ്രെഡ്. മൂഡ് ട്രാക്കറും പിന്നെ ഹാബിറ്റ് ട്രാക്കറും. ഈ പീരീഡ്സ് ഒക്കെ ആകുമ്പോഴേക്ക് നാഗവല്ലി ആവണ ശീലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാ? എനിക്കതുണ്ട് കേട്ടാ. എൻ്റെ മൂഡ് ഞാൻ തന്നെ ട്രാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഒതുങ്ങി നിൽക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം. എല്ലാ പേജസിലും ചെയ്ത പോലെ ആദ്യം ഇതൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യണം, പിന്നെ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാട്ടാ. എനിക്ക് ഈ മൂഡ് ട്രാക്കർ പ്ലാൻ ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഒരു സ്ക്വയർ ക്യൂബ് കൂടിപ്പോയി. അതിൻ്റെ ഭാഗമായിട്ട് 2 ഓപ്പോസിറ്റ് കോർണേഴ്സിലും ഓരോ എക്സ്ട്രാ സ്ക്വയേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ വലിയ പ്രശ്നമൊന്നുമല്ല, പക്ഷേ എനിക്ക് OCDയുടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടിട്ട് അതിങ്ങനെ മനസ്സിൽ കിടന്ന് വിങ്ങാണ്. ഇത് സ്കെച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ആ 2 സ്ക്വയേഴ്സ് മാത്രമായിരുന്നു കേട്ടോ. നിങ്ങളത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. എൻ്റെ ഹാബിറ്റ്സിൽ ഇവിടെ കൊടുത്തേക്കുന്നത് 6 എണ്ണമാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ആ ഹെഡിങ്ങിൻ്റെ സ്പേസ് ഒന്ന് കുറച്ചാൽ മതിയിട്ടാ. ഞാൻ തൽക്കാലം വൈറ്റമിൻസ്, സ്കിൻ കെയർ, ഡയറി, എക്സസൈസ്, 8 മണിക്കൂർ ഉറക്കം, പിന്നെ ഐ എം ട്രൈങ് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ്. അപ്പോൾ അതെന്തോരം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്നും എങ്ങനെയൊക്കെ ബെറ്റർ ആവണമെന്നും അതൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. ഈ മൂഡ് ട്രാക്കറിന് ഞാൻ 4 ഡിവിഷൻസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടാ. അതിന് 4നും 4 ഡിഫറെൻറ്റ് കളേഴ്സ് അലോട്ട് ചെയ്ത് കൊടുക്കും. ഇനി ഹാബിറ്റ് പ്ലാനറിൻ്റെ കാര്യം പറയാം. ഇവിടെ ഞാൻ ചെയ്യണത് ഈ മന്തിൻ്റെ ഷേപ്പിൽ ഓരോ ബോക്സസ് ക്രിയേറ്റ് ചെയ്യണം കേട്ടാ. സോ ദാറ്റ് ഓരോ കുഞ്ഞ് സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു 1 ഡേ ഫ്രം ദ മന്ത്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ച കലണ്ടറിൻ്റെ ഓരോ മിനി വേർഷൻസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടാ. എല്ലാത്തിൻ്റെ മേലെ ഹെഡിങ് ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത കളേഴ്സ് വെച്ചിട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും സ്ക്വയേഴ്സ് കളർ ചെയ്യുക. അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത് വിൽ ഹാവ് എൻ എക്സാക്ട് മാപ്പ് ഓഫ് ഹൗ കൺസിസ്റ്റൻറ്റ് ആൻഡ് പ്രൊഡക്റ്റീവ് വി വെയർ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അടുത്ത മാസത്തേക്ക് നമുക്ക് ബെറ്റർ ആവാനും പറ്റും. ഇതിലത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്പ്രെഡ് എന്ന് പറയുന്നത് ഈ വീക്ക്ലി പ്ലാനറാണ് കേട്ടോ. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ വീക്കിലെ എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കാനും റിമെമ്പർ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്ന് കുറിച്ച് വെക്കാനും ഓൺ എ സ്മോളർ സ്കെയിൽ നമ്മുടെ മന്ത് സ്പ്ലിറ്റപ്പ് ചെയ്യാനും ഒക്കെയാണ് ഈ സ്പ്രെഡ് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഫസ്റ്റ് വീക്ക് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ വീക്ക് 2, വീക്ക് 3, വീക്ക് 4 ഇത് 3ഉം കൂടി വരും. ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്നുള്ളൊരു തീരുമാനമായത് കൊണ്ടിട്ട് എനിക്ക് ആ ബാക്കി 3 എണ്ണം ചെയ്യാൻ സമയം കിട്ടിയില്ല. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ അത് ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടാവും. അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത് ഞാൻ എന്തായാലും ഇത് ഫില്ല് ചെയ്തതും അടുത്ത മാസത്തേക്കുള്ള സ്പ്രെഡും അടുത്ത മാസത്തേക്കുള്ള ജേർണലിൻ്റെ ഐഡിയാസും ഒക്കെ കൊണ്ടിട്ട് വീണ്ടും വരാം. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഞാൻ ആ ഫുൾ സ്പ്രെഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്കറിയില്ല, മാർച്ച് 30 തൊട്ടിട്ട് ഏപ്രിൽ 5 വരെ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ച് 30-ാം തീയതിയാണ് എന്നെ സംബന്ധിച്ച് ഈ വീക്ക് തുടങ്ങണത്, അതായത് അപ്കമിങ് വീക്ക് തുടങ്ങണത്. കാരണം മൺഡേയും ട്യൂസ്ഡേയും മാർച്ചിലെ ദിവസങ്ങളും വെനസ്ഡേ തൊട്ടിട്ടാണ് ഏപ്രിൽ തുടങ്ങണത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചത്. കാരണം ആ വീക്കിനൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അവസാനത്തേക്ക് വെച്ചിരുന്ന ഫ്രണ്ട് പേജാണ് ഇനി ചെയ്യാനുള്ളത് കേട്ടോ. ഇത് കാണുന്ന നിങ്ങളെങ്ങനെയാ? ജേർണലിങ് ചെയ്യാറുണ്ടോ? അതോ ചെയ്യാൻ തുടങ്ങാൻ പ്ലാൻ ചെയ്യണവരാണ്? അങ്ങനെ ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യണതിൻ്റെ ഉപകാരം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾക്ക് ഒന്നും കൂടെ ഒന്ന് പ്രൊഡക്റ്റീവ് ആവാനും റെസ്പോൺസിബിൾ ആവാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ടേക്ക് ദിസ് ആസ് എ സൈൻ ആൻഡ് സ്റ്റാർട്ട് ജേർണലിങ്. കുറച്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും. ഇറ്റ്സ് ലൈക്ക് എ വേ ഓഫ് റൊമാൻറ്റിസൈസിങ് യുവർ ഓൺ ലൈഫ്. രസമല്ലേ അത്? ഇതിലും നമ്മളെ ടേബിൾ ക്ലോത്ത് എലമെന്റ് തന്നെയാണ് കേട്ടോ മെയിൻ ബാക്ക്ഗ്രൗണ്ട്. ഇതിങ്ങനെ വരച്ചോണ്ടിരുന്നപ്പോൾ മുഴുവനും സ്ട്രോബെറികൾക്ക് എന്തോ ഒരു സാധനം മിസ്സിങ് ഉണ്ടല്ലോ എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ മനസ്സിൽ മുഴുവനും. കുറെ ആലോചിച്ചപ്പോഴാണ് അതെന്താന്ന് മനസ്സിലായത്. ഇതാ ഈ ഡീറ്റെയിലിന്റെ കുറവായിരുന്നു കേട്ടോ അത്. അപ്പൊ ഞാൻ അതും കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ആത്മകഥ കൂടി കഴിഞ്ഞിട്ട് ഞാൻ എന്താ മെയിൻ ലെറ്ററിങ്ങിലേക്ക് കിടക്കാണ് കേട്ടോ. ഈ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പ്രാവീണ്യമില്ല. ഒരു കൈ ശ്രമിക്കണമെന്ന് മാത്രം. പണ്ട് ആർക്കിടെക്ചർ ബാച്ചിലേഴ്സ് ചെയ്യുന്ന കാലത്ത് ലെറ്ററിങ് പഠിച്ചതൊക്കെ സ്ട്രിക്റ്റ് ഫോൺസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കാലിഗ്രഫിക്ക് ഞാൻ അധികം കൈ കടത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ട് നമ്മളിതിൻ്റെ അവസാനത്തേക്ക് എത്തി. വൺസ് അഗെയിൻ ഇതാണ് എൻ്റെ ഏപ്രിൽ സ്പ്രെഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്ക്ലി സ്പ്രെഡ് ഞാൻ കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദിസ് മന്ത് ഇത് തീർത്തിട്ട് ഇതും മെയ്യിൻ്റെ മാസത്തേക്കുള്ള പുതിയ സ്പ്രെഡുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിച്ചാൽ അഭിപ്രായം പറയാൻ മറക്കണ്ട. ആൻഡ് ഓൾസോ ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ ഇപ്പം എല്ലാവർക്കും ബൈ. ഒരു കാര്യം പറയാൻ മറന്നു. നിങ്ങളെല്ലാവരും ഉള്ളിടത്ത് സേഫായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഹാപ്പി ജേർണലിംഗ് ആൻഡ് വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.